നമസ്കാരം. ഈ വരുന്ന ജൂലൈ 6-ാം തീയതി വളരെ പ്രാധാന്യമേറിയ ദേവശയനി ഏകാദശി ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അന്നേ ദിവസം ചെയ്യേണ്ട ചില വിശേഷപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഭഗവാൻ മഹാവിഷ്ണു സൃഷ്ടി നടത്തുവാൻ ബ്രഹ്മാവിനെ സൃഷ്ടിച്ചപ്പോൾ കൂടെ വിശേഷപ്പെട്ട നെല്ലിമരവും ഉണ്ടായി. ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ വായിൽ നിന്നും ഉതിർന്ന് ഭൂമിയിൽ വീണ ഒരു തുള്ളി ഉമിനീരിൽ നിന്നാണ് നെല്ലിമരം ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. ആദ്യമായി ഉണ്ടായ വൃക്ഷം എന്ന രീതിയിൽ അദ്വിവൃക്ഷം എന്നാണ് നെല്ലിമരം അറിയപ്പെടുന്നത്. ഔഷധ ഗുണങ്ങളേറെയുള്ള ദിവ്യവൃക്ഷം. ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും നെല്ലിമരത്തിൽ വസിക്കുന്നു എന്നാണ് വിശ്വാസം. വിഷ്ണു ഭഗവാനും ലക്ഷ്മി ഭഗവതിക്കും ഏറെ പ്രിയപ്പെട്ട വൃക്ഷമാണ് നെല്ലിമരം. ഹിന്ദു സമുദായത്തിൽ പൂജയടക്കം എല്ലാത്തിലും വളരെ പ്രാധാന്യമുള്ള വൃക്ഷമാണ് നെല്ലി. കൂടാതെ ധാരാളം ഔഷധങ്ങൾ ഉണ്ടാക്കുവാനും നെല്ലിക്ക ഉപയോഗിക്കുന്നു. പടുവൃദ്ധനെ പോലും യൗവനയുക്തനാക്കുന്നതാണ് നെല്ലിക്ക എന്നാണ് ആയുർവേദത്തിൽ പറഞ്ഞിട്ടുള്ളത്. എല്ലാ പാപങ്ങളും നശിപ്പിക്കുന്ന വൃക്ഷമായി നെല്ലിമരത്തെ കണക്കാക്കുന്നു. ഏകാദശികളിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നായ ദേവശയനി ഏകാദശിയിൽ ഭഗവാനും ഭഗവതിക്കും മുന്നിൽ നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് ഏറെ ഐശ്വര്യപ്രദമാണ്. ഗൃഹങ്ങളിൽ ഭഗവാന്റെ വിഗ്രഹമുള്ളവർ നെല്ലിക്ക നീരുകൊണ്ട് അന്നേ ദിവസം ഭഗവാന് അഭിഷേകം ചെയ്യുന്നത് ഏറെ വിശേഷം. കാരണം ഭഗവാൻ യോഗനിദ്ര ആരംഭിക്കുന്ന ദിനമാണ് ദേവശയനി ഏകാദശി. ഇനി നമുക്ക് നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു മനസ്സിലാക്കാം. സർവൈശ്വര്യപ്രദായകമായ നെല്ലിക്ക ദീപം തെളിയിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നെല്ലിക്ക ദീപം തെളിയിക്കുന്നതിന്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. നമുക്ക് നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ട് ആവശ്യമുള്ളത് ഒറ്റ നമ്പറായിട്ടുള്ള നെല്ലിക്കയാണ് വേണ്ടത്. ഒന്നില്ലെങ്കിൽ 3, 5, 7 അങ്ങനെ. ഇപ്പൊ ഇവിടെ ഞാൻ 5 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ടുള്ള വിളക്ക്, നെയ്യ്, നെല്ലിക്ക ദീപം വെക്കാനായിട്ട് നമ്മൾ മറിഞ്ഞു പോവാതെ വെക്കാനായിട്ട് ഒരു തട്ടത്തിൽ കുറച്ച് ഉണക്കലരി, നെല്ലിക്ക മുറിക്കാനായിട്ടുള്ള കത്തി, ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. ഞാനിവിടെ നെല്ലിക്ക ദീപം തെളിയിക്കാനായിട്ട് ആവശ്യമായ 5 തിരി നെയ്യിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. പാടുകളും കുത്തുകളും ഒന്നുമില്ലാതെ ചീത്തയാവാത്ത നെല്ലിക്ക വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അടിഭാഗം കുറച്ച് പരന്നിരുന്നാൽ ദീപം തെളിയിക്കാനായിട്ട്, മറിഞ്ഞു വീഴാതെ തെളിയിക്കാനായിട്ട് നമുക്ക് എളുപ്പമുണ്ടാവും. അല്ല, ഇനി പരന്നല്ലാത്തെങ്കിലും കുഴപ്പമില്ല, നമുക്ക് അരിയിൽ വെക്കാം ദീപം, അല്ലെങ്കിൽ അതിന്റെ സ്റ്റാൻഡിൽ വെച്ചാലും മതി. നമുക്ക് ഇനി ആദ്യം ഈ ദീപം കൊളുത്താനായിട്ട് ഇവിടെ ഒരു മുറിച്ച് മാറ്റി കുറച്ചൊരു കുഴി പോലെ ആക്കണം. അതിന് ഈ ഞെട്ടിലുള്ള ഭാഗത്താണ് നമ്മളത് ചെയ്യേണ്ടത്. അതിന് കത്തി കൊണ്ട് അത് മുറിച്ച് ഇവിടെ മുറിച്ചെടുക്കുക. എന്നിട്ട് ഇപ്പൊ ഇവിടെ 5 നെല്ലിക്കയുടെ മുകൾ വശം ഞാൻ ഒരു ചെറിയ കുഴി പോലെ ആക്കി എടുത്തു വെച്ചിട്ടുണ്ട്. നമുക്കൊരു 5-10 മിനിറ്റ് നേരം കത്തിയാൽ മതി. അത്രയും നേരമുള്ള ഒരു മണം ശ്വസിക്കുകയാണ് ഏറ്റവും പ്രധാനം. അതാണ് ഏറ്റവും വലിയ ഗുണം ഇതിന്റെ. നെല്ലിക്കയുടെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ അല്ലെ. എത്ര വയസ്സിനെയും ചെറുപ്പക്കാരനാക്കുന്ന ഒരു അത്രയ്ക്ക് ഔഷധ ഗുണമുള്ള ഒന്നാണ് നെല്ലിക്ക. അതിനുള്ള നെയ്യൊഴിച്ച് ദീപം തെളിയിക്കുമ്പോൾ അതിൻ്റെ ഉണ്ടാകുന്ന ആ ഒരു മണം ശ്വസിച്ച് നമ്മളുടെ മനസ്സിന് സമാധാനവും ശരീരത്തിനും ആരോഗ്യവും ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് നല്ല ചിന്തകളാവും, നമ്മളുടെ വീട്ടിലെ സമ്പത്തും ഐശ്വര്യവും വർദ്ധിക്കും. അതാണ് നെല്ലിക്ക ദീപം തെളിയിക്കുന്നതിന്റെ പ്രധാന കാരണം. ഇനി നമുക്ക് ഇതില് തിരി വെക്കാം. ഞാനിവിടെ നെയ്യിൽ കുതിർത്ത് തിരി എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇങ്ങനെ ചുറ്റി ഇതിലേക്ക് വെക്കാം. തിരി ഇങ്ങനെ നീട്ടി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ ആവശ്യത്തിന് നെയ്യ് നമുക്ക് കുറച്ചായിട്ട് നിറച്ചു കൊടുക്കാം. വീണു പോകാതിരിക്കാനായിട്ട് നമുക്ക് അരിയിൽ വെക്കാം തിരി. നെല്ലിമരത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നെല്ലിമരമുള്ള വീട്ടില് സർവ്വ ഐശ്വര്യവും ഉണ്ടാവുന്നതാണ് പറയാ. ലക്ഷ്മി ഭഗവതി കടാക്ഷിക്കുന്നതാണ് പറയണത് ആ ഗൃഹത്തിന്. കനകധാര സ്തോത്രത്തെ പറ്റി കേട്ടിട്ടില്ലേ? ശങ്കര ഭഗവത്പാദർ ഭിക്ഷ അയച്ചു എന്നപ്പോൾ ദരിദ്രയായ ഒരു സ്ത്രീ ആ വീട്ടിൽ ഒന്നും ഇല്ലാതിരുന്നപ്പോൾ ഒരു നെല്ലിക്ക ഭിക്ഷ നൽകിയതിന് അവർക്ക് അനുഗ്രഹം ചൊരിയാനായിട്ട് രചിച്ച സ്തോത്രമാണ് കനകധാര സ്തോത്രം. അത് രചിച്ചതിന് ശേഷം മഹാലക്ഷ്മി സ്വർണ്ണ നെല്ലിക്ക പൊഴിച്ച് അവരെ അനുഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മഹാലക്ഷ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫലമാണ് നെല്ലിക്ക.
അത് കത്തിക്കുന്നത് വഴി, അതിന്റെ പുക ശ്വസിക്കുന്നത് വഴി നമുക്ക് കൂടുതൽ ആരോഗ്യവും സമ്പത്തും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും മഹാലക്ഷ്മി പ്രദാനം ചെയ്യും. അതാണ് ഇതിന്റെ പ്രധാനം. കൂടാതെ നെല്ലിക്ക ദീപം തെളിയിച്ചതിന് ശേഷം നമുക്ക് ആ നെല്ലിക്ക കഴിക്കാവുന്നതാണ്. നെയ്യും തിരി കത്തിയ ആ ഒരു ഇതോടുകൂടി ആ നെല്ലിക്ക കഴിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഞാനിവിടെ 5 നെല്ലിക്കയും തിരി നെയ്യും ഇട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിത് തെളിയിക്കാൻ. ഓം ശ്രീ മഹാലക്ഷ്മിയേ നമഃ. 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 നമ്മളിവിടെ 5 നെല്ലിക്ക ദീപങ്ങളും തെളിയിച്ചു കഴിഞ്ഞു. നമുക്ക് ഇതിന്റെ കൂട്ടത്തില് കനകധാരാ സ്തോത്രം, മഹാലക്ഷ്മി സ്തവം ഇതെല്ലാം ചൊല്ലാവുന്നതാണ്. അഷ്ടൈശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും സന്തോഷവും നമ്മുടെ കുടുംബത്തിൽ നിലനിൽക്കും.